ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഇവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾ പാലിച്ചും സൂക്ഷിച്ചും ജീവിതം ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും വിശ്വാസിയുടെ ജീവിതത്തിൽ, ഉപദേശങ്ങൾ കേൾക്കുക എന്നത് അവൻ വളരെ പ്രിയപ്പെട്ടതായി കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചില മനുഷ്യരുടെ പ്രത്യേകത ഉപദേശങ്ങളോട് പുറംതിരിഞ്ഞ് നടക്കുകയും ഞാനിപ്പോൾ പോകുന്ന വഴി, അതല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്ന മാർഗം അതേതാണോ അതിനെ ആര് പറഞ്ഞാലും ഒന്ന് മാറ്റാനോ തിരുത്തുവാനോ തയ്യാറല്ല എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഉപദേശം നൽകിക്കഴിഞ്ഞാൽ അതിനെ മുഖവിലക്ക് എടുക്കുകയും അതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. എന്നാൽ തനിക്കേറെ ഇഷ്ടപ്പെട്ട, തന്നെയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഉപദേശം നൽകിയത് എങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഉപദേശത്തിന്റെ മുന്നിൽ കീഴ്പ്പെടുക എന്നതാണ് അവർ ചെയ്യാറുള്ളത്. പറഞ്ഞു വരുന്നത്, നമ്മെ ഏറെ സ്നേഹിച്ച, നാം ഏറെ സ്നേഹിക്കുന്ന മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടേറെ ഉപദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശത്തിന്റെ പ്രത്യേകത, അതിലൊന്നും നമുക്ക് തള്ളാനില്ല, എല്ലാം കൊള്ളാനുള്ളതാണ്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരുമിച്ചിരിക്കുന്ന വേളയിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്,
അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസ് കൃത്യമായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രവാചകനും സ്വഹാബത്തും ഒരുമിച്ചിരിക്കുന്ന ഒരു വേളയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകം ഇതാണ്: മൻ യഖുദു മിന്നി ഖംസ ഖിസാലിൻ, ആരാണ് എന്നിൽ നിന്ന് ഈ 5 കാര്യങ്ങൾ സ്വീകരിക്കുക? ഇത് പ്രവാചകന്റെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ രീതിയാണ്. ചില സമയങ്ങളിൽ 3 കാര്യങ്ങളെന്ന് പറയും, ചില സമയങ്ങളിൽ 5, 7, 9 എന്നിങ്ങനെ എണ്ണങ്ങൾ പറഞ്ഞ് തന്റെ അനുയായികളെ പഠിപ്പിച്ചാൽ തീർച്ചയായും അവരുടെ മനസ്സുകളിൽ അത് തങ്ങി നിൽക്കാനും ഓർമ്മിച്ചെടുക്കാനും പ്രയോജനമാണ്, ഉപകാരമാണ് എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യങ്ങളെ എണ്ണിക്കൊണ്ട് പഠിപ്പിക്കാറുള്ളത്. ഇവിടെ ചോദിച്ചത് 5 കാര്യങ്ങൾ ആരാണ് എന്നിൽ നിന്ന് പഠിക്കുക, അതാരാണ് പ്രാവർത്തികമാക്കുക, അതാരാണ് പഠിപ്പിക്കുക എന്നതാണ്. 3 ചോദ്യങ്ങളാണ്. ആ 5 കാര്യങ്ങൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അതിന് ഒരുക്കമാണ്, ഞാൻ അതിന് തയ്യാറാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം കാണാം: ഫഅഖദ ബിയദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഇഷ്ടത്തോടു കൂടി എന്റെ കൈ പിടിച്ചു. ഫഹദ്ദഹുന്ന ഫീഹാ, എന്നിട്ട് 5 കാര്യങ്ങൾ എനിക്ക് എണ്ണി പഠിപ്പിച്ചു തന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകിയ 5 ഉപദേശങ്ങളാണ്. ആ 5 ഉപദേശങ്ങളുടെ പ്രത്യേകത മനുഷ്യ ജീവിതത്തിന്റെ നാനാതുറകളെ സംബന്ധിച്ചും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി തട്ടിക്കൊണ്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. ആ ഉപദേശങ്ങൾ കേട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് മാത്രം ബാധകമായൊരു വിഷയമല്ല, മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പകർത്താനും തിരുത്താനുമുള്ള 5 ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് നൽകിയത്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കൈപിടിച്ച് എണ്ണിപ്പഠിപ്പിച്ച 1ാമത്തെ കാര്യം ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്. അബൂ ഹുറൈറ, ഇത്തഖിൽ മഹാരിം, നീ ഹറാമുകളെ സൂക്ഷിക്കണം, എങ്കിൽ തകുൻ അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നന്നായി ഇബാദത്തെടുക്കുന്ന നല്ല ആബിദായി നിനക്ക് മാറാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളും തമ്മിൽ ബന്ധമുണ്ട് എന്നീ ഒറ്റ വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹറാമിനെ സൂക്ഷിച്ചാൽ, തെറ്റുകളെ തിന്മകളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നല്ല പോലെ ഇബാദത്തെടുക്കുവാൻ നിനക്ക് സാധിക്കുമെന്നതാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരമകാരുണികന്റെ യഥാർത്ഥ അടിമകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് എണ്ണിയത് വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. അനാവശ്യങ്ങൾ, വൃത്തികേടുകൾ നടക്കുന്നിടത്ത് അവർ മാന്യന്മാരായി പോകുന്ന ആളുകളാണ്. അതിൽ കണ്ണു കൊടുക്കാതെ, കാത് കൊടുക്കാതെ, അതിലേക്ക് ഹൃദയം ചാഞ്ഞു പോകാതെ മാന്യമായി വൃത്തികേടുകൾ നടക്കുന്ന സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥ പരമകാരുണ്യകന്റെ അടിമകളെന്ന് കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വഴിയിൽ കണ്ണുകൾ കൊണ്ട് വൃത്തികേട് കാണുന്ന മനുഷ്യന്മാരുണ്ട്, കാതുകൾ കൊണ്ട് കേട്ടാസ്വദിക്കുന്നവരുണ്ട്, നാവ് കൊണ്ട് പറയുന്നവരുണ്ട്, സമ്പത്തിൽ ഹറാമിന്റെ മുതല് കലർന്നു വരുന്ന ആളുകളുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറാമിനെ സൂക്ഷിച്ചാൽ നന്നായി ഇബാദത്തെടുക്കാമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനധികം പ്രവാചകന്റെ പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമ്മളെല്ലാവരും സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനകളും ദിക്റുകളും നിർവഹിക്കുമ്പോൾ അവിടെ നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവ്, അപ്രകാരം തന്നെ സ്വീകാര്യമായ കർമ്മങ്ങൾ, അതേപോലെ തന്നെ ഹലാലായ നല്ലതായ ഉപജീവന മാർഗവുമെന്നാണ്.
അപ്പൊ ഉപജീവന മാർഗം നന്നായി തീർന്നാൽ മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക. ഇതെല്ലാം അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി ചോദിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവർ, തെറ്റിനെ ഒരു വിശ്വാസി എങ്ങനെയാണ് കാണുക? പറഞ്ഞ ഒരു വാക്ക്, കണ്ട ഒരു കാഴ്ച, കേട്ട ഏതെങ്കിലും ഒരു വൃത്തികേട് ഒരു വിശ്വാസി എങ്ങനെ നോക്കിക്കാണും? ഒരു ചരിത്രമുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിഥിയായി ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ആതിഥേയം നന്നായി ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നന്നായി ഭക്ഷണം കഴിച്ച് വർത്തമാനങ്ങൾ പറഞ്ഞ് ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി തന്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ആലോചിക്കുകയാണ്, ആ മനുഷ്യൻ എന്നെ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചു. പക്ഷെ ചോദിക്കാൻ വിട്ടുപോയി, ഞാൻ കഴിച്ചത് ഹലാലാണോ ഹറാമാണോ എന്ന്. നേരെ ആ ആതിഥേയന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ. എന്നിട്ട് ചോദിക്കാണ്, താങ്കൾ എന്നെ ക്ഷണിച്ചു, ഞാൻ ക്ഷണം സ്വീകരിച്ച് താങ്കളുടെ വീട്ടിലെത്തി, താങ്കൾ എന്നെ ഭക്ഷണം കഴിപ്പിച്ചു, അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, എന്നെ താങ്കൾ കഴിപ്പിച്ചത് നല്ല സമ്പത്തിൽ നിന്നാണോ അതല്ല ഹറാമായ മുതലിൽ നിന്നാണോ എന്നാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറെ റളിയല്ലാഹു അൻഹു, ഞാൻ ജാഹിലിയ്യത്തിൽ ഒരു ജ്യോത്സ്യപ്പണിക്കാരനായിരുന്നു. കണക്ക് നോക്കുന്ന, ആളുകളുടെ പ്രശ്നം തീർത്തു കൊടുക്കുന്ന, അത്തരത്തിൽ പൈശാചികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അന്ന് എനിക്ക് കിട്ടാനുണ്ടായിരുന്ന ചില തുക ഇന്നെനിക്ക് കിട്ടി, അന്നത്തെ പണിയിലെ തുക ഇന്നാണ് കിട്ടിയത്, അതുകൊണ്ട് ആ തുക കൊണ്ടാണ് ഞാൻ താങ്കളെ ഭക്ഷണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വായിലേക്ക് വിരലിട്ട് അത് അദ്ദേഹം ഛർദ്ദിച്ചു കളയാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, കടിച്ച ഒരു ഭക്ഷണത്തെക്കുറിച്ച് അവർ ചിന്തിച്ച ചിന്തയാണ്. പറഞ്ഞ ഒരു വാക്ക് എത്രത്തോളം നമ്മുടെ നാവിൽ നിന്നൊരു വിശ്വാസിയെ, ഒരു മനുഷ്യനെ നോവിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതൊരു തിന്മയാണ്, ഇതൊരു തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, സ്വഹാബി വനിതകളെ കുറിച്ച് പറയുമ്പോൾ തന്റെ വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാർ ജോലിക്ക് വേണ്ടി ഭക്ഷണം തേടിക്കൊണ്ടു പോകാൻ. എന്താ വീടിന്റെ അവസ്ഥ? ദിവസങ്ങളോളം പട്ടിണിയിലാണ്. ചെറിയ പറക്കമുറ്റാത്ത പിഞ്ചുമക്കൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ. ആ കരച്ചിൽ സഹിക്കാൻ കഴിയാതെ ഭർത്താക്കന്മാർ എന്തെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് വാതിൽ പൊളിയുടെ ചാരത്ത് നിന്ന് സ്വഹാബി വനിതകൾ വിളിച്ചു പറയുമായിരുന്നു, വലാ തുത്ഇമിന ഹറാമൻ, ഹറാം ഒന്നും ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. വഇന്നനാ നസ്ബിറു അൽ ജൂഅ്, വിശപ്പ് സഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, പക്ഷേ വലാ നസ്ബിറു അലന്നാർ, അല്ലാഹുവിന്റെ നരകം സഹിക്കാൻ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഹലാല് മാത്രമേ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ തിന്മകളുണ്ട് എന്ന് വിചാരിക്കുക. അവൻ പലയിടങ്ങളിലും പല മുഖമാണ് എന്ന് വിചാരിക്കാം. ഭാര്യ അറിയാതെ, മക്കളറിയാതെ, കുടുംബം അറിയാതെ, അതല്ലെങ്കിൽ തന്നെ അറിയുന്നവരറിയാതെ അള്ളാഹുവും അവനും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരുപാട് തിന്മകൾ സംഭവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. പിന്നീട് ആ മനുഷ്യൻ ആളുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ മനസ്സ് അവനെ വല്ലാതെ കുത്തി നോവിക്കും, അവനെ പ്രയാസപ്പെടുത്തും. എന്തിനധികം അവൻ നമസ്കരിക്കാൻ നിന്നാൽ വരെ ഈ തെറ്റുകൾ ചെയ്യുന്ന, ഈ തിന്മ ചെയ്യുന്ന ഞാൻ നമസ്കരിച്ചിട്ട് എന്താണ് കാര്യം? ഒരു മനുഷ്യന് സ്വതക്ക നൽകുമ്പോൾ ഞാൻ സ്വതക്ക കൊടുത്തിട്ട് എന്താണ് ഒരു കാര്യം? ഞാൻ എന്റെ സ്വകാര്യതകളിൽ തിന്മകൾ വരുന്ന വ്യക്തിയല്ലേ എന്നവന്റെ മനസ്സ് അവനെ വല്ലാതെ നോവിച്ചുകൊണ്ടിരിക്കും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താണ് തിന്മ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇസ്മു മാ ഹഖ ഫീ സുദരിക്, തെറ്റ് എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കും. വകരിഹത അയ്യത്തൊലി അലൈഹിന്നാർ, ജനങ്ങൾ അറിയുന്നത് അവൻ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമെന്നാണ്. ഒരു തിന്മക്കൊരു രഹസ്യ സ്വഭാവം ഉണ്ടാകും. ആ തിന്മ കഴിഞ്ഞാൽ ആ തിന്മയെ മറച്ചു വെക്കാനും അത് പുതച്ചു മൂടാനും മനുഷ്യർ തയ്യാറാകും. എന്തുകൊണ്ടാണ്? അത് തെറ്റായത് കൊണ്ടാണ്. അവന്റെ മനസ്സ് അവനെ നോവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ വല്ലതും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ ആ തിന്മകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും നന്നായി ഇബാദത്തെടുക്കുന്നവനായി, മനസ്സാന്നിധ്യത്തോടുകൂടി നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനായി നിനക്ക് മാറാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി ഉപദേശം കൊടുക്കാൻ. രണ്ടാമതായി പറഞ്ഞു, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഅനന്നാസ്,
വല്ലാത്തൊരു ഉപദേശമാണ്. വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു തന്നത് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടാകണം. എങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഐശ്വര്യമുള്ളവൻ, ധന്യതയുള്ളവൻ, മനസ്സിനും എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷവും സമാധാനവും ഉള്ള വ്യക്തി നീയായിത്തീരുന്ന, അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടുന്നൊരു മനസ്സ്. അതൊരു രോഗമാണെങ്കിലും, അതൊരു പരീക്ഷണമാണെങ്കിലും, അതൊരു പ്രയാസം, ഒരു ദുഃഖമാണെങ്കിലും, അതിനപ്പുറം അതിന്റെ വിപരീത പദങ്ങൾ അല്ലെ, സന്തോഷമാകട്ടെ, ആഹ്ലാദങ്ങളാകട്ടെ, ആനന്ദങ്ങളാകട്ടെ, ആഘോഷങ്ങളാകട്ടെ, അള്ളാഹു എന്ത് തന്നോ അതിൽ തൃപ്തിപ്പെടാനൊരു വിശ്വാസിക്ക് സാധിച്ചാൽ അവനേക്കാൾ ഐശ്വര്യമുള്ളവൻ മറ്റാരുണ്ടാവില്ല. ഇന്നെന്താ തൃപ്തിപ്പെടാത്തത്? കാരണം സമ്പത്താണ് മനസ്സിന്റെ സമാധാനമെന്ന് വിചാരിച്ചു. സമ്പത്താണ് ഒരുപക്ഷെ നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ ആണിക്കല്ല്. പക്ഷെ സമ്പത്തുണ്ടായതുകൊണ്ട് ഒരു മനുഷ്യന് സമാധാനം കിട്ടണമെന്നില്ല. അധികാരമുണ്ടെങ്കിൽ സമാധാനം കിട്ടണമെന്നില്ല. നിങ്ങൾ ആലോചിച്ചു, എത്രയോ സമ്പത്തുള്ള മനുഷ്യന്മാർ ഒരു നിമിഷം ജീവിതം ഒരു കയറിൽ അവസാനിപ്പിക്കുന്ന നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, പക്ഷെ എന്താണ്, അവന്റെ മനസ്സ്, അവന്റെ ഉള്ളു നീറിപ്പുകയാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷവും ആനന്ദവും ഐശ്വര്യവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാം. ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? നമ്മുടെ പ്രവാചകനെ കുറിച്ച് ആലോചിക്കണം. മനസ്സിലാവും? നമ്മുടെ പ്രവാചകനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒരു പരീക്ഷണം വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, വീട്ടിലൊരു മരണം നടക്കുമ്പോ, നമ്മുടെ ഒരു അനുഗ്രഹം നീങ്ങിപ്പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മളെ ബാധിച്ചു, നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഇതിനേക്കാൾ പ്രയാസം കൂടിയ, ഇതിനേക്കാൾ ബുദ്ധിമുട്ട് കൂടിയ മനുഷ്യർ എത്രയോ ഇവിടെ നമ്മുടെ പരിസരങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ കാലിൽ മുള്ളു തറക്കുന്ന നന്മയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോ ആ നന്മ ഉൾക്കൊള്ളാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, യഥേഷ്ടം സമ്പത്തുണ്ടാവുക എന്നതല്ല ഐശ്വര്യം, വലാകിന്നൽ ഗിന, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് എന്ന് പറഞ്ഞത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അത് പട്ടിണിയിലാണ്, പരിവട്ടത്തിലാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ അവസ്ഥ എന്താണ്? സൂര്യൻ ചന്ദ്രനും 3 മാസം ഞങ്ങളുടെ വീടിന്റെ മുകളിലൂടെ മാറി മാറി കടന്നുപോയി. 3 മാസക്കാലം കഴിഞ്ഞു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്നത് നമുക്ക് പറയാനും കേൾക്കാനും മാത്രമുള്ള ചരിത്രമല്ലല്ലോ. അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ് കഴിച്ചിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞത് വെള്ളവും കാരക്കയുമായിരുന്നാണ്. 3 മാസക്കാലം വെള്ളവും കാരക്കയും കഴിച്ചുകൂട്ടേണ്ടി വന്നത് ആർക്കാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. സ്വഹാബത്ത് ശഅബ് അബി താലിബ് താഴ്വരയിൽ ബഹിഷ്കരിക്കപ്പെട്ട സമയത്ത് നബിയോട് രാവിലെ വന്നിട്ട് ചോദിക്കും, നബിയെ എന്താണ് കഴിക്കാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, വിഷമില്ലാത്ത, കഴിക്കാൻ കഴിയുന്ന, കയ്പില്ലാത്ത ഇലകൾ കടിച്ചോളൂ എന്നാണ്. ആ ഇലകൾ പൊട്ടിച്ചുകൊണ്ട് വന്ന് അത് കഴുകി വൃത്തിയാക്കി അത് അവർ കഴിക്കും. ഉച്ചക്ക് പ്രതീക്ഷ ഉണ്ടോ? ഉച്ചക്ക് പ്രതീക്ഷ അല്ല. രാത്രി പ്രതീക്ഷ ഉണ്ടോ? രാത്രി പ്രതീക്ഷ ഇല്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ആ ശഅബ് അബി താലിബ് താഴ്വരയിൽ 3 വർഷക്കാലം ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടപ്പോ ഞങ്ങൾ ഉണ്ടായൊരു സംഭവം എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട്, രാത്രി ഞാൻ ഇങ്ങനെ ഇറങ്ങി നടന്നു. ആ രാത്രി ഇറങ്ങി നടന്നിട്ട് ഞാൻ മൂത്രമൊഴിച്ചൊരു ഭാഗത്ത് പോയിട്ട്, അപ്പോൾ എന്റെ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് നിന്ന് ആ മണലിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. മണലിലൊഴിച്ച ശബ്ദമല്ല, വേറെ എന്തോ ഒരു ശബ്ദം അതിന്റെ പുറകിലുണ്ട് എന്ന് മനസ്സിലായി. ഞാൻ എന്റെ വിരലമർത്തി. അവിടുന്ന് കിട്ടിയത് ഒരു ഒട്ടകത്തിന്റെ ഒരു തോലാണ്. ആ തോല് കൊണ്ടുവന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി, അത് ഉണക്കി അതിന്റെ രോമം കരിച്ചിട്ട് 3 ദിവസം അത് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു ഒട്ടകത്തിന്റെ ഉണങ്ങിയ തോലിന്റെ രുചി, അത് എവിടുന്ന് കിട്ടിയത്? മണ്ണിൽ നിന്ന് കിട്ടിയത്. അത് ഉണക്കി പ്രിയപ്പെട്ടവരെ അതിന്റെ രോമം കരിച്ച് അത് ചുട്ടെടുത്തിട്ട് അത് വായിലിട്ട് വെള്ളം കുടിക്കേണ്ടി വരുന്ന അവസ്ഥ അവർക്ക് കടന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ ചിന്തിക്കാൻ നമുക്ക് കഴിയോ? അത് കഴിക്കലല്ല, അത് കഴിക്കുമെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വല്ലാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കൊരു വീടുണ്ടെങ്കിൽ വീടില്ലാത്ത മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം.
നമുക്ക് 2 കണ്ണുകൾക്ക് കാഴ്ച ശക്തി ഉണ്ടെങ്കിൽ, ഈ കണ്ണുകൾക്കൊന്ന് കാഴ്ചയുണ്ടെങ്കിൽ സ്വന്തം മാതാവിനെ ഒന്ന് കാണാമായിരുന്നു, പോറ്റി വളർത്തുന്ന മക്കളെ കാണാമായിരുന്നു, ഈ ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ അതൊന്ന് കാണാമായിരുന്നു. ഞാൻ ഇപ്പൊ നമ്മളോട് ഒരു നിറത്തിന്റെ കളറ്, പിന്നെ ഒരു നിറത്തിന്റെ പേര് പറഞ്ഞാൽ ആ നിറം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും, അല്ലെ? ഒരു പൂമ്പാറ്റയെ പറഞ്ഞാൽ, ഒരു പൂവിനെ പറഞ്ഞാൽ, ഒരു പക്ഷിയെ പറഞ്ഞാൽ, ഒരു മൃഗത്തെ പറഞ്ഞാൽ അതിന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും, നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും, ഓർത്തെടുക്കാൻ നമുക്ക് കഴിയും. കാരണം എന്താ? അത് നമ്മൾ കണ്ടവരാണ്, ഈ കാഴ്ചകൾ നമ്മൾ കണ്ടവരാണ്. എന്നാൽ കണ്ണ് കാണാത്തൊരു വ്യക്തിയോട് നിങ്ങൾ ഒരു നിറത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഒരു രൂപത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഒരു മൂക്കിനെ കുറിച്ച് പറഞ്ഞാൽ അത് തൊട്ടറിയുക എന്നതല്ലാതെ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇരുട്ടല്ലാത്തൊരു ദൃശ്യവും കടന്നു വരില്ല, അല്ലേ? ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ കാണുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹം മനസ്സിലാകുക. ഇമ്രാൻ ഇബ്നു ഹുസൈൻ അദ്ദേഹം ഒരുപാട് കാലം കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം വരെ നടത്താൻ കിടന്ന കിടപ്പിൽ രോഗിയാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ആളുകൾ വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് വന്ന ആളുകൾ കരയാൻ തുടങ്ങി. ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറഞ്ഞ കാര്യമുണ്ട്, എന്റെ വിഷയത്തിലാണെങ്കിൽ നിങ്ങൾ കരയരുത്, അള്ളാഹു എനിക്ക് തൃപ്തിപ്പെട്ട് തന്ന ഈ രോഗത്തെ ഞാനും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, അത് പറയൽ അത് ഈമാനിന്റെ ഉത്തുംഗതയിലെത്തലാണ്. അവിടേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹ്സിനിലാ ജാരിക്കാം, നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യണം, തകുൻ മുഅ്മിന, എങ്കിൽ യഥാർത്ഥ വിശ്വാസിയായി നിനക്ക് മാറാൻ സാധിക്കും. അയൽവാസിയോടുള്ള നന്മയെക്കുറിച്ച് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടോ ജീവിത തിരക്കുകൾക്കിടയിൽ അടുത്തു വന്ന് താമസിക്കുന്ന, വാടകയ്ക്കിരിക്കുന്ന, അല്ലെ, 40 വീടോ 300 വീടൊക്കെ കണക്ക് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവിടേക്കൊന്നും നമ്മൾ പോകേണ്ട. നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്ത് എന്നറിയാറുണ്ടോ? കേരളത്തിൽ എത്രയോ വീടുകളിൽ മരണം നടന്നു, മൃതശരീരങ്ങൾ 3-4 മാസം വീട്ടിൽ കിടന്നു, എന്നിട്ട് അയൽവാസി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം അവർക്ക് തമ്മിലുള്ള ബന്ധം ഉണ്ടായെന്ന് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നിങ്ങൾ ചേർക്കേണ്ട 3 ബന്ധങ്ങളുണ്ട്. ആയത്തുകളെ പണ്ഡിതന്മാർ വിശദീകരിക്കുക. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കാത്തവൻ നഷ്ടം സംഭവിച്ചവനാണെന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞു. ഒന്നാമതായി വിശ്വാസി ചേർക്കേണ്ട ബന്ധം അവന്റെ ആദർശ ബന്ധമാണ്, രണ്ടാമത്തെ കുടുംബ ബന്ധമാണ്, മൂന്നാമത്തത് അയൽവക്ക ബന്ധമാണ്. ഇത് ചേർക്കാത്തവൻ നഷ്ടക്കാരനാണ് എന്ന് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. എന്താ? കുടുംബങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ? ഭയങ്കര ഒരു കൊലയാളിയുണ്ട് ചരിത്രത്തിൽ, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു സ്ത്രീയുടെ മകനെയും സഹോദരനെയും ഭർത്താവിനെയും കൊണ്ടുവന്ന് കൊല്ലാൻ വിധിച്ചു. ഭർത്താവ്, മകൻ, സഹോദരൻ, ഈ 3 ആളുകളെയും കൊല്ലാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്ന ഈ ഭരണാധികാരി വിധിച്ചപ്പോ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ടുവരാൻ അവസാനം ആ പെണ്ണിനോട് പറഞ്ഞു, ഈ 3 പേരെയും വിട്ടുതരാൻ കഴിയില്ല, നിനക്ക് വേണമെങ്കിൽ ഒന്നിനെ ചോദിക്കാം, ഒന്നിനെ വിട്ടുതരാം. ആ പെണ്ണ് നോക്കുമ്പോൾ ഒന്ന് ഭർത്താവാണ്, ഒന്ന് മകനാണ്, ഒന്ന് സഹോദരനാണ്. ആരെ ചോദിക്കും? ആരെ ചോദിക്കും? ആരെ ഒഴിവാക്കും? ആ പെണ്ണിന്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ പെണ്ണ് പറഞ്ഞു, ഭർത്താവ് അതിന് ഇനിയും കിട്ടും, ഇനിയും കല്യാണം കഴിക്കാം, മകൻ ഇനിയും പ്രസവിക്കാം, പക്ഷെ സഹോദരനെ ഇനി എനിക്കുണ്ടാക്കാൻ കഴിയില്ല. മനസ്സിലുണ്ടോ? സഹോദരനെ എനിക്കുണ്ടാക്കാൻ കഴിയില്ല, അതുകൊണ്ട് അഖ്താറു അഖീ, ഞാൻ എന്റെ സഹോദരനെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്ന ഈ കൊലയാളിയുടെ മനസ്സ് പേടിച്ചുകൊണ്ട് ഈ 3 ആളെയും വിട്ടുകൊടുത്തു. ആ പെണ്ണിന്റെ ആ സംസാരം കേട്ടിട്ട്, ഭർത്താവിനെ എനിക്കിനിയും തെരഞ്ഞെടുക്കാൻ കഴിയും, മകനെ ഇനിയും പ്രസവിക്കാൻ എനിക്ക് കഴിയും, പക്ഷെ സഹോദരനെ എനിക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ ചിന്തയെ മുൻനിർത്തിയിട്ട് 3 ആളെയും ഹജ്ജാജ് ഇബ്നു യൂസുഫ് വെറുതെ വിട്ടു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന്
സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഉമ്മയും ഉപ്പയും തമ്മിലുള്ള, അല്ലെങ്കിൽ വാപ്പയും മക്കളും തമ്മിലുള്ള, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഇന്ന് എത്രത്തോളം അകന്നു എന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സഹോദരങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നത്, ഉമ്മ ഒരു മാസം ഇവിടെ നിന്നു, അതുകൊണ്ട് ഒരു മാസം ഇനി അവിടെ നിൽക്കട്ടെ. ഉമ്മയുടെ പെൻഷന്റെ തുക അത് കിട്ടിയാൽ ഉമ്മയെ നോക്കാം, മരുന്ന് മേടിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഉമ്മയെങ്ങാനും ഒരു തുക വരാനുണ്ട് എന്നിട്ടേ നമുക്ക് മരുന്ന് വാങ്ങിത്തരൂ എന്ന് പറഞ്ഞാൽ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ നമ്മളുണ്ടാകൂ? അവരവരുടെ വേദനകളെ മാറ്റിവെച്ച്, അവരവരുടെ പ്രയാസങ്ങളെ മാറ്റിവെച്ച്, അവരവരുടെ ദുഃഖങ്ങളെ മാറ്റിവെച്ച്, അവരവരുടെ സങ്കടങ്ങളെ ഒതുക്കി വെച്ച്, ഇല്ലായ്മയിലും അതേപോലെ തന്നെ ഉള്ളതിലുമെല്ലാം പ്രിയപ്പെട്ടവരെ അവരുടെ എല്ലാ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മെ ഈ രൂപത്തിലാക്കിയെങ്കിൽ ആ ഉമ്മക്ക് നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, നബിയെ, ഞാനൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട്, എന്താണ് പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചെന്താ അറിയോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. ഉമ്മയുണ്ടെങ്കിൽ കൊലപാതകത്തിനും പരിഹാരമുണ്ട്. ഉമ്മയുണ്ടെങ്കിൽ ഏത് തിന്മക്കും പരിഹാരമുണ്ട്. മായ്ക്കപ്പെടാൻ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉമ്മ മതി. ഒരു മുൻഗാമിയുടെ ഉമ്മ മരിച്ചപ്പോ പറഞ്ഞത്, എന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ അടഞ്ഞുപോയി എന്നാണ്. മനസ്സിലാവുണ്ട്? സ്വർഗത്തിന്റെ കവാടം അതടഞ്ഞുപോയി എന്നാണ്. അത്രത്തോളം ബന്ധങ്ങൾക്ക് ഇസ്ലാം സ്ഥാനം കൊടുത്തു. ഒരു ഉമ്മ അമുസ്ലിമാണ് എന്ന് വിചാരിക്കാം, ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഉമ്മയാണ് എന്ന് വിചാരിക്കാം, പക്ഷെ ആ ഉമ്മയോട് പോലും വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ഈ ദുനിയാവിൽ നിങ്ങൾ നല്ലത് ചെയ്തു കൊടുക്കണമെന്നാ പറഞ്ഞത്. നീ വിശ്വാസിയാണ്, നിന്റെ ഉമ്മ വിശ്വാസിയാണ്, നിന്റെ ഉപ്പ വിശ്വാസിയാണ്, പക്ഷേ അവരെ തള്ളിക്കളയാൻ വേണ്ടി പറഞ്ഞില്ല. ദുനിയാവിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൽ ബാധ്യതയാണ് എന്ന് പഠിപ്പിച്ചു. അപ്പൊ പിന്നെ അയൽവാസിയുടെ കാര്യം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കാൻ, അയൽവാസിക്ക് ഇന്നത് ചെയ്യണം, അയൽവാസിയോട് ഇങ്ങനെ പെരുമാറണം, അയൽവാസിക്ക് കൊടുക്കേണ്ട ഹക്കും ബാധ്യതയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്ക് തോന്നിപ്പോയി, ഞാൻ മരിച്ചാൽ എന്റെ അനന്തരാവകാശം വരെ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എനിക്കൊന്ന് തോന്നുമാറ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് വന്ന് ഉപദേശങ്ങൾ നൽകിയെന്നാണ്. അത്രത്തോളം ബന്ധമുണ്ട്. അതാണ് ഒരു അതിർത്തിയുടെ പേര് പറഞ്ഞ് തെറ്റി നിൽക്കുന്നത്, ഒരു മരത്തിന്റെ പേര് പറഞ്ഞ് തെറ്റി നിൽക്കുന്നത്, ഒരു വേലയുടെയും ഒരു മതിലിന്റെയും പേര് പറഞ്ഞ് തെറ്റി നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചേർത്തു പിടിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ഉപദേശം, വഹബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമ, നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടി നീ ഇഷ്ടപ്പെടണമെന്നാണ്. എനിക്കുള്ളത് എന്റെ സഹോദരനും കിട്ടണം. ചില ആളുകൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാൽ അത് തന്നിൽ മാത്രം ഒതുങ്ങിക്കൂടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ വില ചോദിച്ചാൽ അതുപോലെ പറയാത്ത ആളുകളുണ്ട്. ഒരു വസ്ത്രം, അല്ലെ, ഒരു വസ്ത്രം, നമ്മൾ നല്ലൊരു വസ്ത്രം വാങ്ങി, ആ വസ്ത്രം വാങ്ങിയപ്പോ മറ്റൊരാൾ ചോദിക്കുകയാണ്, അത് എവിടുന്നാ വാങ്ങിയത്? അത് പറയാൻ മടി. എന്തേ കാരണം? അതുപോലെ അവനും കിട്ടിയാലോ. ഇതിനധികം നമ്മളെല്ലാം ഈ പള്ളിയിലേക്ക് കയറിയ സമയത്ത് നമ്മൾ അവിടെ ചെരുപ്പ് അഴിച്ചിട്ടിട്ടുണ്ട്, അല്ലെ, ചെരുപ്പ് പുറത്തഴിച്ചിട്ടിട്ടുണ്ട്. ആ ചെരുപ്പഴിച്ചിട്ട് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടെന്ത്? ആ ചെരുപ്പിൽ ആരും ചവിട്ടി ചളിയാക്കരുത്, എന്റെ ചെരുപ്പിൽ ആരും ചവിട്ടി ചളിയാക്കരുത് എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഇതേപോലെ നമ്മുടെ സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണാണ്, ഒരു മനുഷ്യന് തനിക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവനും കിട്ടണം. തനിക്ക് ഷർറായി സംഭവിക്കരുത് എന്ന് വിചാരിച്ചത് മറ്റൊരാൾക്കും കിട്ടാൻ വേണ്ടിയും അവൻ ആഗ്രഹിച്ചു പോകരുത്. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവന് കിട്ടരുത്, ഇനി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് കിട്ടിയത് നീങ്ങിപ്പോകണം എന്ന ചിന്തിക്കാം. കൊടുക്കാനുള്ള, വീതം വെക്കാനുള്ള ഒരു മനസ്സ് മനുഷ്യർക്കൊന്ന് മാറിക്കൊണ്ടിരിക്കാൻ. എന്നങ്ങൾ ആലോചിക്കണം, സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കാൻ യാതൊരു മടി ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ലക്ഷ്യം കണ്ടത് എന്തായിരുന്നു? സ്വർഗ്ഗമായിരുന്നു. ഇപ്പൊ മദീനയിൽ വളരെ അറിയപ്പെടുന്ന ഒരു സ്വഹാബിയാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ഉഹുദിലാണ് കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തെ ചരിത്രം ഓർക്കുന്ന എങ്ങനെയെന്നറിയോ? മദീനയിൽ ഒരു യതീമായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ വീടും വളപ്പും പിന്നെ പറമ്പൊക്കെ ഒന്ന് വേലി കെട്ടിത്തിരിക്കാൻ ഒരു ഈത്തപ്പന മരം തടസ്സമുണ്ട്, ഒരു ഈത്തപ്പന മരം. അപ്പൊ ഇതിന്റെ യജമാന്റെ അടുക്കലേക്ക് ഈ കുട്ടി ചെന്നിട്ട് ചോദിച്ചു,
ആ ഈത്തപ്പന മരം എനിക്ക് നൽകിയാൽ എന്റെ വീടും വളപ്പുമൊക്കെ എനിക്കൊന്ന് വേലി കെട്ടി സുരക്ഷിതമായി എനിക്ക് തീർക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ആ ഈത്തപ്പന മരം നൽകോ എന്നാണ് ചോദിച്ചത്. ആ യജമാനൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ നൽകില്ല. ഈ പരാതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് എത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കാര്യമെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയെ കൂട്ടിയിട്ട് ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് യതീമാണ്, അതുകൊണ്ട് താങ്കൾ കൊടുക്കോ എന്നാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു, കൊടുക്കില്ല, എന്റെ ഈത്തപ്പന മരമാണ്. അദ്ദേഹത്തിന്റെ നിഫാഖ്, കാപട്യം അവിടെ വെളിവാകാൻ. അവസാനം റസൂലുള്ളാഹി പറഞ്ഞു, ഇത് കൊടുത്താൽ നിനക്ക് സ്വർഗം കിട്ടും, കാരണം യതീമിന്റെ വിഷയത്തിലാണ് എന്ന് വരെ പറഞ്ഞു നോക്കി. അപ്പോഴും ആ മനുഷ്യൻ തയ്യാറായില്ല. ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് റസൂലുള്ളാഹിയെ കണ്ട കുറെ ആൾക്കാർ, പിന്നെ സ്വഹാബത്ത് ആ വീടിന്റെ 4 ഭാഗത്തും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു ആകെ കേട്ടത് സ്വർഗം കിട്ടുന്ന. അദ്ദേഹം നബിയോട് ചോദിച്ചു, നബിയെ, താങ്കൾ ആ വീട്ടിൽ നിന്ന് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ആർക്കാണ് ആ സ്വർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഈത്തപ്പന മരം വാങ്ങിച്ചു കൊടുക്കുന്നവന് ഞാൻ സ്വർഗം നൽകാം. അബൂദർദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തിരിച്ചു മടങ്ങിയപ്പോ വീട്ടിലേക്ക് ചെല്ലാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ അബൂദർദാ. ആ യജമാനൻ ചോദിച്ചു, എന്താണ്? എനിക്ക് മദീനയിൽ ഒരു തോട്ടമുണ്ട്. ആ യജമാനൻ പറഞ്ഞു, അബൂദർദാ, താങ്കളുടെ തോട്ടം ആർക്കാണ് അറിയാത്തത്? 600 ചില്ലാനം ഈത്തപ്പന മരങ്ങളുള്ള, താങ്കളുടെ അരുവികളുള്ള, വീടുള്ള ആ തോട്ടത്തെക്കുറിച്ച് മദീനയിലെ തെരുവീതികൾ നടക്കുന്ന ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാം. അതുകൊണ്ട് താങ്കൾ വന്ന കാര്യം പറയൂ എന്ന്. എങ്കിൽ ആ തോട്ടം ഞാൻ നിനക്ക് നൽകാം, പകരമായി ഈ ഈത്തപ്പന മരം ഒന്ന് എനിക്ക് നൽകണമെന്ന്. ആ യജമാൻ അത്ഭുതപ്പെട്ടു. ആ കച്ചവടം കഴിഞ്ഞു. വീട്ടിലേക്ക് ചെല്ലാൻ ഉമ്മയുണ്ട് വീട്ടിൽ. ഉമ്മയോട് പറയാണ്, ഉമ്മ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. എന്തേ കാരണം? ഈ തോട്ടം കച്ചവടം കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മനോട് കാര്യങ്ങൾ പറഞ്ഞ് ഉമ്മനെയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് എത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ആ സ്വർഗം എനിക്ക് കിട്ടുമോ? ആ സ്വർഗം എനിക്ക് കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് കാര്യം? റസൂലുള്ളാഹിയോട് പറയാൻ, റസൂലേ, എന്റെ വീടും അരുവികളും 600 ചില്ലാനം വരുന്ന ഈത്തപ്പന മരങ്ങളുമുള്ള എന്റെ ആ തോട്ടം ഞാൻ കച്ചവടം നടത്തിയിട്ടുണ്ട്. എനിക്ക് സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. ഉഹദിൽ അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന ഭൗതിക ശരീരത്തിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലാൻ അദ്ദേഹത്തിന്റെ തലയെടുത്ത് റസൂലുള്ളാഹി തന്റെ മടിയിൽ വെച്ചു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അബൂദർദാ റളിയല്ലാഹു അൻഹു മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി പറയാണ്, അബൂദർദാ, ഞാനിപ്പോൾ നിന്നെ കാണുന്നത് എങ്ങനെയാണ്? നിനക്കിതാ സ്വർഗത്തിൽ ധാരാളക്കണക്കിന് ഈത്തപ്പന മരങ്ങളുള്ള തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കുന്ന നമുക്ക് കിട്ടാനുള്ളതാണ്, നഷ്ടമല്ല. മനസ്സിലാവുണ്ടോ? ദീനിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ 1 രൂപയാണോ കൊടുക്കാൻ കഴിഞ്ഞത്, നമുക്ക് കിട്ടാനുള്ളതാണ്. ഒരു സംശയവും ആ വിഷയത്തിൽ ആർക്കും പോയി എന്ന് പറയേണ്ട ഒരു കാര്യം വിശ്വാസികൾക്ക് വരില്ല. അത് റസൂലുള്ളാഹി പറഞ്ഞു, അബൂദർദാ, നിന്റെ തോട്ടം ഞാൻ ഇന്ന് നോക്കി കാണുന്നുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് കൊടുക്കാനും വീതം വെക്കാനും പരസ്പരം സ്നേഹിക്കാനും, ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടാനും നമുക്ക് സാധിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4ാമത്തെ ഉപദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسوله الأمين وعلى آله وصحابته ومن والاه وبعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 ഉപദേശങ്ങളെ കുറിച്ചാണ്. 5ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തുക്സിറു ളഹിക ഫഇന്ന കസ്റത്തുൽ ളഹിക തുമീതുൽ ഖൽബ്. നീ അമിതമായി ചിരിക്കരുത്. ഫഇന്ന കസ്റത്തുൽ ളഹിക തുമീതുൽ ഖൽബ്. അമിതമായി ചിരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയം മരവിച്ചു പോകുമെന്നാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു കളിയായി, തമാശയായി എടുക്കുന്ന ആളുകളാണ്. ഇതിനർത്ഥം ജീവിതത്തിൽ ചിരിക്കാനോ സന്തോഷിക്കാനോ തമാശ പറയാനോ പാടില്ല എന്നതല്ല. സ്വഹാബത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
തമാശ കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ താങ്കൾ എന്തൊരു തമാശയാണ് പറയുന്നത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ കളവ് തമാശയിൽ പറയാറില്ല എന്നാണ്. പക്ഷെ ഇവിടെ ഈ ഹദീസ് പറയാനുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകവുമാണ് ഒരു മനുഷ്യന്റെ മുന്നിലുള്ളത്. ഇവിടെ അവസരമാണ്, അവസാനം മരണമാണെങ്കിൽ ആരംഭം ഖബറിലൂടെ നമുക്ക് തുടങ്ങി വെക്കുമ്പോൾ അതിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്ന ഒന്നില്ലെങ്കിൽ സ്വർഗവും നരകവുമാണ്. ആ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗ തഅലമൂന മാ അലം, ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ട ചില കാഴ്ചകൾ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ലളഹിത്തും ഖലീല വലബഖൈതും കസീറ, നിങ്ങളുടെ ചിരി കുറയുമായിരുന്നു, നിങ്ങൾ ധാരാളം സമയം കരയുമായിരുന്നു എന്ന്. സ്വഹാബത്ത് ചോദിച്ചാണ്, നബിയെ താങ്കൾ എന്താണ് കണ്ടത്, എന്താണ് അറിഞ്ഞത്? സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറഞ്ഞത്, എന്റെ സ്വർഗവും നരകവും ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങളുടെ ചിരി കുറയും, നിങ്ങളുടെ കരച്ചിൽ അത് കൂടുമായിരുന്നു എന്നാണ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ കണ്ണ് എപ്പോഴെങ്കിലും ഒന്ന് അനക്കാൻ. റബീഅ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി രാത്രി ഉറങ്ങാതെ കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകള് ചോദിച്ചിട്ടുണ്ട്, ഉപ്പ എന്താണ് ഈ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും ഉപ്പ ഉറങ്ങാതെ നമസ്കരിക്കാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞത്, ഉപ്പയെ നരകം ഉറക്കുന്നില്ല എന്നാണ്. നരകം ഉപ്പയെ ഉറക്കുന്നില്ല, കാരണം ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചന വരുന്ന നരകത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സുദീർഘമായി നമസ്കരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന അബാക്കി യഖാഫു അനി സയ്യിആത്ത് എന്ന് മാത്രമല്ല, തിന്മകളെ കുറിച്ചുള്ള ഓർമ്മയും എനിക്ക് വരുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം ഒരു ചിരിയായി തമാശയായി എടുക്കുന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ 5 ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സംബന്ധിച്ച് തട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വീഴ്ചകളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അതേപോലെ നമ്മൾ തേടി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മിൽ നിന്നും വഴിമാറ്റുമാറാകട്ടെ. ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. അവരെയും നമ്മയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളത്തിരിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ സന്താനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായവും സമാധാനവും ശാന്തിയും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات قضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.